ഹലോ ഫ്രണ്ട്സ്, നാം പലപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഇംഗ്ലീഷിൽ ഗ്രാമർ മിസ്റ്റേക്ക് ഇല്ലാതെ നല്ല രീതിയിൽ നമുക്ക് എഴുതാൻ സാധിക്കണമെന്ന്, അല്ലേ? അതിന് ഏറ്റവും പ്രധാനമായി നമ്മെ സഹായിക്കുന്ന ഒരു കാര്യമാണ് ടെൻസ്. ടെൻസ് കൃത്യമായി അവയുടെ ഉപയോഗത്തെക്കുറിച്ചും അവയുടെ സ്ട്രക്ചേഴ്സിനെ കുറിച്ചും ക്ലിയറായി നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമ്മുടെ മനസ്സിലുള്ള ഏത് ആശയത്തെയും നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. ഇന്ന് നമ്മളിവിടെ നോക്കുന്നത് സിമ്പിൾ പ്രസന്റ് ടെൻസ്, പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ്. ഈ രണ്ട് ടെൻസുകൾ എങ്ങനെ നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ സംസാരത്തിൽ നമുക്ക് എങ്ങനെ ഉപയോഗിക്കാമെന്നും ഇവ ഉപയോഗിച്ച് നല്ല രീതിയിൽ എങ്ങനെ നമ്മുടെ ആശയം നമുക്ക് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാമെന്നുമാണ് നാം ഇവിടെ നോക്കുക. ഓക്കെ, കളിക്കുന്നു ഏത് ടൈപ്പ് ടെൻസിൽ പെടുന്നതാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? യെസ്, സിമ്പിൾ പ്രസന്റ് ടെൻസ്. ഓക്കെ, കളിക്കുന്ന ശീലം അവർക്കുണ്ട്. ഈ സെന്റൻസിനെ സിമ്പിൾ പ്രസന്റ് ടെൻസ് ഉപയോഗിച്ച് എങ്ങനെ എഴുതാൻ സാധിക്കുമെന്ന് നമുക്കൊന്ന് നോക്കിയാലോ? ഓക്കെ, കളിക്കുന്നു എന്ന ആ ഒരു വെർബ് സിമ്പിൾ പ്രസന്റ് ടെൻസിൽ എഴുതുമ്പോൾ ഏതെല്ലാം രൂപമാണ് അതിനുള്ളത്? എങ്ങനെയാണ് നമുക്കതിനെ എഴുതാൻ സാധിക്കുക? കളിക്കുക എന്നുള്ള വാക്കിന് ഏതാണ്? പ്ലേ, അല്ലേ? പ്ലേ എന്നുള്ളത് പ്ലൂറൽ വെർബാണ്, അല്ലേ? ഇനിയോ സിംഗുലർ വെർബും നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നുണ്ട്, ഇല്ലേ? സിംഗുലർ വെർബ് നമ്മൾ എപ്പോഴാണ് ഉപയോഗിക്കുക? സബ്ജക്റ്റ് സിംഗുലർ ആണ് എങ്കിൽ. ഇവിടെ പ്ലേ എന്നുള്ളത് പ്ലൂറൽ വെർബാണ്, അത് പ്ലൂറൽ സബ്ജക്റ്റിന്റെ കൂടെ ഉപയോഗിക്കുന്നു, അല്ലേ? അപ്പോ പ്ലേ ഓർ പ്ലേസ്, ഈ രണ്ട് വാക്കുകളും കളിക്കുന്നു എന്ന അർത്ഥത്തിൽ നാം ഉപയോഗിക്കുന്നവയാണ്. ഓക്കെ, നെക്സ്റ്റ്, അവർ കളിക്കുന്നു. കണ്ടോ, അവർ കളിക്കുന്നു. എങ്ങനെ എഴുതാൻ പറ്റും? അവർ എന്നുള്ളതിന് നമുക്ക് ഏതാണ് വാക്ക്? സബ്ജക്റ്റ് ആണ്, അല്ലേ? ഇവിടെ സബ്ജക്റ്റ് വന്നു, ഇവിടെ വെർബ് വന്നു, അല്ലേ? അവർ എന്നുള്ളതിന് ദേ. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? ദേ. ഓക്കെ, കളിക്കുന്നു. ഇതിലേത് ഉപയോഗിക്കും? പ്ലേ ഓർ പ്ലേസ്? ഏത് ഉപയോഗിക്കുക? അത് നമ്മൾ തീരുമാനിക്കുക ഈ സബ്ജക്റ്റിനെ നോക്കിയിട്ടാണ്, അല്ലേ? ദേ എന്നുള്ളത് പ്ലൂറൽ സബ്ജക്റ്റ് ആണ്. അപ്പൊ നമ്മൾ എന്ത് ഉപയോഗിക്കണം? പ്ലൂറൽ വെർബ് ഉപയോഗിക്കണം. ഇതിലേതാണ് പ്ലൂറൽ വെർബ്? പ്ലേ. ഓക്കെ, അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? ദേ പ്ലേ. ഓക്കെ, നെക്സ്റ്റ്, അവർ കളിക്കുന്നുണ്ടോ? കണ്ടോ, അവർ കളിക്കുന്നുണ്ടോ? അതൊരു ചോദ്യമാണ്. അതിന് ഉത്തരം എന്താ വരിക? ഒന്നില്ലെങ്കിൽ കളിക്കുന്നു, അല്ലേ? യെസ് എന്നല്ലെങ്കിൽ പറയും യെസ് എന്നോ അല്ലെങ്കിൽ നോ എന്നോ ആണ് അതിന് ഉത്തരം പറയുക, അല്ലേ? അവർ കളിക്കുന്നുണ്ടോ? ആ ചോദ്യം ചോദിക്കുമോ? അപ്പൊ നമുക്ക് എങ്ങനെ ആ ഒരു ചോദ്യം നമുക്ക് എങ്ങനെ എഴുതാം? നമ്മൾ കഴിഞ്ഞ സെഷനുകളിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, അല്ലേ? യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ്. ഡു യു റിമെമ്പർ? യെസ്, അല്ലേ? യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ്. ആ ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സ് ആണ് യെസ് അല്ലെങ്കിൽ നോ എന്ന് വരിക, അല്ലേ? അതിന്റെ ഫോർമാറ്റ് ഓർമ്മയുണ്ടോ? യെസ്, ഫസ്റ്റ് ഓക്സിലിയറി വെർബ്, അല്ലേ? ഓക്സിലിയറി വെർബാണ് നമ്മൾ അവിടെ ആദ്യം ഉപയോഗിക്കുക, അല്ലേ? ഇത് ഒരു യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. അവർ കളിക്കുന്നുണ്ടോ? ഒന്നില്ലെങ്കിൽ യെസ് വരണം അല്ലെങ്കിൽ നോ വരണം, അല്ലേ?
വെർബിലായിരിക്കണം ഈ സെന്റൻസ് തുടങ്ങേണ്ടത് അല്ലേ? അപ്പോ ഇതിലേതാണ് ഓക്സിലിയറി വെർബ്? നോക്കൂ, ദേ പ്ലേ. കണ്ടോ, അവർ കളിക്കുന്നു. പ്ലേ. പ്ലേ എന്നുള്ള വെർബിൽ നിന്നും നമുക്ക് ഓക്സിലിയറി വെർബിനെ തിരിച്ചെടുക്കണം. ഓർക്കുന്നുണ്ടോ നമ്മൾ എങ്ങനെയാണ് നമ്മൾ പ്ലേ എന്ന വെർബിനെ ഓക്സിലിയറി വെർബ് കിട്ടാനായിട്ട് എന്താ നമ്മൾ ചെയ്യുക? We split the verb using do, does or did. അല്ലേ? ഇവിടെ പ്ലേ എന്നുള്ള വെർബിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ എങ്ങനെ വരും? യെസ്, ഡു പ്ലസ് പ്ലേ അല്ലേ? അപ്പൊ നമുക്ക് ഇതാണ് ഓക്സിലിയറി വെർബ് അല്ലേ? അപ്പൊ നമുക്ക് ഇതൊരു ചോദ്യമാണ്. അപ്പൊ ഈ ചോദ്യത്തിന് നമുക്ക് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ആദ്യം ഓക്സിലിയറി വെർബ് വെക്കണമെന്ന് നമുക്ക് മനസ്സിലായി ഇല്ലേ? അതെങ്ങനെയാ നമ്മൾ തിരിച്ചറിഞ്ഞത്? ഇത് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ് എന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട് അല്ലേ? അപ്പൊ നമുക്ക് ഇവിടെ ഓക്സിലിയറി വെർബ് വെക്കണം. അപ്പൊ ഓക്സിലിയറി വെർബ് വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്തത്? ആ വെർബിനെ സ്പ്ലിറ്റ് ചെയ്തു. കണ്ടോ, പ്ലേ എന്നുള്ള വെർബാണ് അല്ലേ വരുന്നത്. ആ പ്ലേ എന്നുള്ള വെർബിനെ സ്പ്ലിറ്റ് ചെയ്തു. അപ്പോൾ ഡു കിട്ടി അല്ലേ? അപ്പൊ നമുക്കിവിടെ ഡു വെക്കാം. ഡു. ഇനി എന്താ നമ്മൾ ക്വസ്റ്റ്യൻ ഉണ്ടാക്കിയപ്പോൾ പഠിച്ചത്? ഓക്സിലിയറി വെർബ് കഴിഞ്ഞാൽ ആരാണ്? സബ്ജക്റ്റ് ആണ് വേണ്ടത് അല്ലേ? അപ്പൊ ഇവിടെ അവർ എന്നുള്ളതിനുള്ള സബ്ജക്റ്റ് ഏതാണ്? ദേ. ഡു, ദേ. ഇനി വെർബ്, മെയിൻ വെർബ്. ഇവിടെ ഡു ഉപയോഗിച്ചു കഴിഞ്ഞു. ഇനി ആരാ അവിടെ കിടക്കുന്നത്? പ്ലേ. ഡു ദേ പ്ലേ? ക്വസ്റ്റ്യൻ മാർക്ക്. കണ്ടോ, അവർ കളിക്കുന്നുണ്ടോ എന്ന് ചോദിക്കാനായിട്ട് നമുക്ക് എന്ത് ചോദിച്ചാൽ മതി? ഡു ദേ പ്ലേ. ഓക്കെ. ഇനി അവർ കളിക്കുന്നില്ല, ഇതിനെങ്ങനെ എഴുതും? അവർ കളിക്കുന്നില്ല, അവിടെ ഇല്ല എന്നുള്ള അർത്ഥമാണ് വരണ്ടേ അല്ലേ? ഇവിടെ നമ്മൾ അവർ കളിക്കുന്നു എന്ന് എഴുതിയത് എങ്ങനെയായിരുന്നു? ദേ പ്ലേ അല്ലേ? അപ്പൊ അവർ കളിക്കുന്നില്ല എന്നാക്കണം. അതിനെന്താ ചെയ്യുക? വെറുതെ നമുക്കിവിടെ എവിടെയെങ്കിലും നോട്ട് വെച്ചാൽ മതിയോ? ഇല്ല എന്ന അർത്ഥത്തിൽ നോട്ട് ചേർക്കണം അല്ലേ? നോട്ടാണ് വെക്കുക. ആ നോട്ടിന് നമുക്ക് ഇവിടെ എവിടെയെങ്കിലും വെച്ചാൽ മതിയോ? പോരാ. അതിനുമുണ്ട് നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. എന്താണെന്നറിയോ? നോട്ട് ചേർത്ത് നമുക്കൊരു സെന്റൻസിനെ നെഗറ്റീവ് മീനിങ്ങിലേക്ക് മാറ്റിയെടുക്കാൻ നോട്ട് ചേർക്കേണ്ടത് ഓക്സിലിയറി വെർബുകളുടെ കൂടെയാണ്. അപ്പൊ എങ്ങനെ വരും? അവർ കളിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ദേ. ഇനി കളിക്കുന്നില്ല അല്ലേ? അങ്ങനെയാണ് ആക്കേണ്ടത്. പ്ലേ എന്നുള്ളതാണ് കളിക്കുക എന്നുള്ളതിനുള്ള വേർഡ് അല്ലേ? അപ്പോൾ ഇല്ല എന്ന അർത്ഥം വരണമെങ്കിൽ എന്ത് വേണം? നോട്ട് ചേർക്കണം. എന്തിൻ്റെ കൂടെ മാത്രമാണ് നോട്ട് ചേർക്കുക? ഓക്സിലിയറി വെർബുകളുടെ കൂടെ മാത്രം അല്ലേ? അപ്പോൾ ഇവിടെ ഏതാണ് ഓക്സിലിയറി വെർബ്? ഡു അല്ലേ? ഡു. അപ്പോൾ ഈ ഡു എന്ന വെർബിന്റെ കൂടെ, ഓക്സിലിയറി വെർബിന്റെ കൂടെ നോട്ട് ചേർക്കുക. അപ്പൊ എങ്ങനെ വരും? ദേ ഡു നോട്ട്. ഇനി ഏതാണ്? കളിക്കുക, പ്ലേ. ദേ ഡു നോട്ട് പ്ലേ. Look at these examples. അവർ ക്രിക്കറ്റ് കളിക്കുന്നു. നോക്കൂ, നമ്മൾ നേരത്തെ ചെയ്ത എക്സാമ്പിൾസിൽ അവർ കളിക്കുന്നു എന്ന് വരെയാണ് ഉണ്ടായിരുന്നത് അല്ലേ? ഇപ്പൊ നോക്കിക്കേ, അതിൻ്റെ ഇടയിൽ വേറൊരാൾ വന്നിട്ടുണ്ട്. അതാരാണത്? അതാണ് ഒബ്ജക്റ്റ്. എന്താണ് ഒബ്ജക്റ്റ്? സബ്ജക്റ്റ് എന്താണെന്ന് നമുക്കറിയാം ഇല്ലേ? ഒരു പ്രവൃത്തി ചെയ്യുന്ന ആളെയാണ് സബ്ജക്റ്റ് എന്ന് വിളിക്കുക അല്ലേ? വെർബ് എന്ന് പറഞ്ഞാലോ? വെർബ് എന്ന് പറഞ്ഞാൽ ആ സബ്ജക്റ്റ് ചെയ്യുന്ന പ്രവൃത്തി എന്താണോ അതാണ് വെർബ് അല്ലേ? നോക്കൂ, അവർ
സബ്ജക്റ്റ്. കളിക്കുന്നു, വെർബ് അല്ലേ? ഇനി നോക്കൂ, അവർ എന്ത് കളിക്കുന്നു? അതിന് ഉത്തരം എന്താണ്? ക്രിക്കറ്റ്. അങ്ങനെ സബ്ജക്റ്റിനോട് വെർബിനെയും കൂടെ ചേർത്ത് വെച്ച് എന്ത് എന്ന് ചോദിക്കുമ്പോൾ ലഭിക്കുന്ന ഉത്തരമാണ് ഒബ്ജക്റ്റ് എന്ന് നാം വിളിക്കുക. വരും ക്ലാസ്സുകളിൽ അതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ കളിക്കുന്നു, എന്ത് കളിക്കുന്നു? അവർ എന്ത് കളിക്കുന്നു? അതിന് ഉത്തരമായി ഏതാണ്? ക്രിക്കറ്റ് കളിക്കുന്നു അല്ലേ? അപ്പോൾ ക്രിക്കറ്റ് എന്ന് പറയുന്നത് എന്താണ്? യെസ്, ഒബ്ജക്റ്റ് എന്നാണ് വിളിക്കുക. ഓക്കെ, ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഈ സെന്റൻസിനെ നമുക്ക് എങ്ങനെ എഴുതാമെന്നാണ് നമ്മൾ നോക്കുന്നത്. യെസ്, നമുക്ക് നോക്കിയാലോ? ഓക്കെ, അവർ എന്നുള്ളതിന് ദേ. ഓക്കെ, ഇനി എന്താ? മലയാളത്തിലെ സെന്റൻസിന്റെ സ്ട്രക്ചറും ഇംഗ്ലീഷിലെ സെന്റൻസിന്റെ സ്ട്രക്ചറും രണ്ടും വ്യത്യസ്തങ്ങളാണ്. ഓക്കെ, ഇംഗ്ലീഷിലെ സെന്റൻസുകളിലെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ആദ്യം സബ്ജക്റ്റ്, ഫസ്റ്റ് സബ്ജക്റ്റ് ആണ്. ദെൻ സബ്ജക്റ്റിന്റെ അരികിലായിട്ട് വെർബുണ്ട്. അതിനുശേഷമാണ് ഒബ്ജക്റ്റോ കോംപ്ലിമെന്റോ അങ്ങനെയുള്ള കാര്യങ്ങൾ നാം എഴുതുക. ഓക്കെ, അപ്പോൾ ഈ ഓർഡറിലായിരിക്കണം നമ്മുടെ ഇംഗ്ലീഷ് സെന്റൻസ് നമ്മൾ എഴുതുക. ഫസ്റ്റ് സബ്ജക്റ്റ് ഉണ്ടാകണം, ദെൻ വെർബ്, അതിനുശേഷം ഒബ്ജക്റ്റ്, കോംപ്ലിമെന്റ് അങ്ങനെയുള്ള കാര്യങ്ങൾ. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കാം, സബ്ജക്റ്റ് ആയിട്ട് ദേ നമ്മൾ എഴുതി. ഇനി എന്താ വെക്കേണ്ടത്? വെർബാണ് അല്ലേ? അപ്പോൾ കളിക്കുന്നു എന്നുള്ള വെർബ് പ്ലേ അല്ലെങ്കിൽ പ്ലേസ്. ഇവിടെ ഏത് വെക്കണം? നമ്മൾ നേരത്തെ കണ്ടതാ, ദേ പ്ലൂറൽ ആയതുകൊണ്ട് പ്ലേ അല്ലേ? ദേ പ്ലേ. ദെൻ നെക്സ്റ്റ് ഒബ്ജക്റ്റ് ആണ് ക്രിക്കറ്റ്. അപ്പൊ എങ്ങനെ എഴുതാം? ദേ പ്ലേ ക്രിക്കറ്റ്. ഓക്കെ, ദേ പ്ലേ ക്രിക്കറ്റ്. നെക്സ്റ്റ് വൺ, അവർ ക്രിക്കറ്റ് കളിക്കുന്നുണ്ടോ? ചോദ്യമാണ്. നമ്മൾ എങ്ങനെയാ ചോദ്യാക്കിയത്? അത് യെസ് ഓർ നോ ചോദ്യമാണ് അല്ലേ? യെസ് ഓർ നോ ക്വസ്റ്റ്യൻ അല്ലേ? അതെ, കാരണം അതിന് മറുപടിയായിട്ട് യെസ്സോ അല്ലെങ്കിൽ നോയോ ആണ് വേണ്ടത് അല്ലേ? അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ഇത് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണെന്ന് മനസ്സിലായി. എന്താ യെസ് ഓർ നോ ക്വസ്റ്റ്യന്റെ പ്രത്യേകത? This type question starts with auxiliary verb അല്ലേ? ഓക്സിലിയറി വെർബിലായിരിക്കും തുടങ്ങുക. അപ്പോൾ ഇവിടെ ഓക്സിലിയറി വെർബ് പ്ലേ എന്നുള്ള മെയിൻ വെർബിൽ നിന്ന് നമ്മൾ ഓക്സിലിയറി വെർബ് കണ്ടുപിടിക്കണം അല്ലേ? അപ്പോൾ പ്ലേ എന്നുള്ള വെർബിനെ സ്പ്ലിറ്റ് ചെയ്തു, ഡു പ്ലസ് പ്ലേ അല്ലേ? അപ്പോൾ നമ്മൾ അതിൽ നിന്നും ഡു എന്നുള്ള വാക്കിനെ ചൂസ് ചെയ്തു. അപ്പോൾ നമുക്ക് ഇവിടെ എങ്ങനെ എഴുതാം? ഡു. ഓക്കെ, ദെൻ സബ്ജക്റ്റ് they, do they. ഇനിയോ വെർബ്, മെയിൻ വെർബ് പ്ലേ, do they play. ഇനി ഒരാളും കൂടി ഉണ്ടല്ലോ, ക്രിക്കറ്റ് കളിക്കുന്നുണ്ടോ എന്നാ വേണ്ടത് അല്ലേ? അപ്പൊ നമുക്ക് ക്രിക്കറ്റ്, do they play cricket? Question. Okay, next one, അവർ ക്രിക്കറ്റ് കളിക്കുന്നില്ല. എങ്ങനെ എഴുതും? നോട്ട് ചേർത്ത് എഴുതണം അല്ലേ? അപ്പൊ നമുക്ക് എഴുതി നോക്കാം. യെസ്, ദേ, ദെൻ ഓക്സിലിയറി വെർബ് എവിടാ? ഏതാണ്? ഡു അല്ലേ? ദേ ഡു. ഇല്ല എന്നാക്കണമെങ്കിൽ നോട്ട് ചേർക്കണം. ദേ ഡു നോട്ട്. Then play, they do not play cricket. They do not play cricket. Okay, look at these examples. വായിക്കുന്നു
വായിക്കുന്നു എന്ന വാക്കിനെ നമുക്ക് എങ്ങനെ എഴുതാം? റീഡ് അല്ലേ? അപ്പൊ നമുക്കിവിടെ റീഡ്, റീഡ് ഓർ റീഡ്സ്. നമുക്കറിയാം റീഡ് എന്ന വാക്ക് പ്ലൂറൽ ആണ്. പ്ലൂറൽ സബ്ജക്റ്റിന്റെ കൂടെ റീഡ് ഉപയോഗിക്കും. റീഡ്സ് എന്ന വെർബ് സിംഗുലർ ആണ്. സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ റീഡ്സ് ഉപയോഗിക്കുന്നു. ഓക്കെ. ദെൻ അവൻ വായിക്കുന്നു. ഈ അർത്ഥത്തിലാണ് വരേണ്ടതെങ്കിലോ അവൻ, അവൻ എന്നുള്ള വാക്ക് ഹി. യെസ്, ഹി വായിക്കുന്നു. റീഡ് ഓർ റീഡ്സ്, ഏത് വയ്ക്കും? റീഡ്സ്. കാരണം അവൻ എന്നുള്ളത്, ഹി എന്നുള്ളത് സിംഗുലർ സബ്ജക്റ്റ് ആണ് അല്ലേ? Then we write reads. He reads. Then അവൻ വായിക്കുന്നില്ല. ഇല്ല എന്നുള്ള അർത്ഥം വരണം. നമ്മൾ പറഞ്ഞു ഇല്ല എന്ന അർത്ഥം വരാനായിട്ട് ഓക്സിലിയറി വെർബിന്റെ കൂടെ നോട്ട് ചേർത്താൽ മതി അല്ലേ? പക്ഷെ ഇവിടെ നോക്കുക, റീഡ്സ്, ആ വാക്കിലെ ഓക്സിലിയറി വെർബ് ഏതായിരിക്കും? അതിനെ സ്പ്ലിറ്റ് ചെയ്യണം. സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ഡസ് പ്ലസ് റീഡ് അങ്ങനെയാ വരിക അല്ലേ? അപ്പൊ ഡസ് എന്നുള്ളതാണ് അവിടെ ഓക്സിലിയറി വെർബ് അല്ലേ? യെസ്. അവൻ വായിക്കുന്നില്ല എങ്ങനെ എഴുതും? അവൻ, അവൻ എന്നുള്ള വാക്ക് ഹി. ഹി. ദെൻ ഓക്സിലിയറി വെർബ് നമ്മൾ കണ്ടെത്തി ഡസ്. ഹി ഡസ്. ദെൻ നോട്ട്, ഹി ഡസ് നോട്ട് റീഡ്. ഓക്കെ. നെക്സ്റ്റ്, അവൻ വായിക്കുന്നുണ്ടോ? ചോദ്യമാണ്. ചോദ്യം അതൊരു യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. കാരണം അതിന് ഉത്തരം യെസ് അല്ലെങ്കിൽ നോ എന്നാണ് വരിക അല്ലേ? അപ്പൊ നമുക്ക് അവിടെ ഓക്സിലിയറി വെർബിൽ വേണം തുടങ്ങാൻ അല്ലേ? അപ്പൊ ഇവിടെ ഏതായിരിക്കും ഓക്സിലിയറി വെർബ്? വായിക്കുന്നു എന്നുള്ളത് റീഡ്സ് എന്നാണ് അല്ലേ? അപ്പൊ അതിൽ നിന്ന് നമ്മൾ ഓക്സിലിയറി വെർബിനെ ചൂസ് ചെയ്യുമ്പോൾ ഡസ്. നമുക്ക് ഫസ്റ്റ് ഡസ് വെച്ചു. ദെൻ ഓക്സിലിയറി വെർബ് കഴിഞ്ഞാൽ അടുത്ത ആള് സബ്ജക്റ്റ് ആണ് വെക്കുക അല്ലേ? നമ്മുടെ ക്വസ്റ്റ്യൻ മേക്കിങ്ങില് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ? ഡസ് ഹി. ഡസ് ഹി യെസ് റീഡ്. ഡസ് ഹി റീഡ്? ക്വസ്റ്റ്യൻ മാർക്ക്. ക്ലിയർ? ലുക്ക് അറ്റ് ദിസ്. അവൻ ഇംഗ്ലീഷ് വായിക്കുന്നു. എങ്ങനെ നമുക്ക് എഴുതാം? അവൻ ഇംഗ്ലീഷ് വായിക്കുന്നു. യെസ്, അവൻ ഹി. Then വായിക്കുന്നു. റീഡ് ഓർ റീഡ്സ്, ഏത് ഉപയോഗിക്കണം? റീഡ്സ്. ഹി റീഡ്സ്. Then he reads English അല്ലേ? He reads English. Next one. അവൻ ഇംഗ്ലീഷ് വായിക്കുന്നുണ്ടോ? അവൻ ഇംഗ്ലീഷ് വായിക്കുന്നുണ്ടോ? ചോദ്യമാണ്. എങ്ങനെ എഴുതണം? ഓക്സിലിയറി വെർബിൽ ആരംഭിക്കണം അല്ലേ? അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? ഡസ്, സബ്ജക്റ്റ് he. Does he? Main verb read. Does he read? Does he read English? Does he read English? Question mark. Next, അവൻ ഇംഗ്ലീഷ് വായിക്കുന്നില്ല. എങ്ങനെ എഴുതണം? അവൻ ഇംഗ്ലീഷ് വായിക്കുന്നില്ല. അവൻ ഹി. ഇല്ല എന്ന അർത്ഥം വരണമെങ്കിൽ
നോട്ട് ചേർക്കണം. നോട്ട് ഏതിൻ്റെ ഒപ്പം ചേർക്കും? ഏതിൻ്റെ ഒപ്പം ചേർക്കും? യെസ്, ഓക്സിലിയറി വെർബിൻ്റെ അല്ലേ. ഇവിടെ ഓക്സിലിയറി വെർബ് ഏതാണ്? ഡസ് ആണ്. ദെൻ ഹി ഡസ് നോട്ട്. ഹി ഡസ് നോട്ട് read English. ഓക്കെ ഫ്രണ്ട്സ്, മനസ്സിലായോ? എല്ലാവർക്കും ക്ലിയർ അല്ലേ? Look at these sentences. കളിക്കുകയാണ്. അവർ കളിക്കുകയാണ്. അവർ കളിക്കുകയാണോ? അവർ കളിക്കുകയല്ല. എങ്ങനെ ഈ സെന്റൻസുകളെ നമുക്ക് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാം? നോക്കൂ, കളിക്കുകയാണ്. കളിക്കുകയാണ് എന്ന ആ വാക്ക് കേൾക്കുമ്പോൾ തന്നെ നാം മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്. എന്താണത്? നാം പറയുന്ന സമയത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ആക്ഷനാണ് അല്ലേ അത്. കളിക്കുകയാണ് എന്ന് പറയുമ്പോൾ സംസാരിക്കുന്ന സമയത്ത് ആ ആക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ. ഇങ്ങനെ ഈ വിഭാഗത്തിൽ പെടുന്ന ആക്ഷൻസ് നാം ഏത് ടെൻസിലാണ് സൂചിപ്പിക്കുക? യെസ്, പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് അല്ലേ. പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിലാണ് സംസാരിക്കുന്ന സമയത്ത് നടക്കുന്ന ആക്ഷൻസിനെ സൂചിപ്പിക്കുക അല്ലേ. നമുക്ക് നോക്കാം, പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിന്റെ ഫോം എന്ന് പറയുന്നത് എന്താണ്? ഏതാണ്? ഈസ്, ആർ, ആം, ഓർ, ആർ പ്ലസ് ing ഫോം ഓഫ് ദ വെർബ് അല്ലേ. അങ്ങനെയാണ് എങ്കിൽ കളിക്കുകയാണ് എന്ന ഈ വാക്കിനെ നമുക്ക് എങ്ങനെ എഴുതാം? യെസ്, ഈസ് പ്ലേയിങ്, then or am playing, or are playing. ഓക്കെ, ഈ 3 വിഭാഗങ്ങളായിട്ടാണ് ആ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിൽ വരുന്ന വെർബ് ഉണ്ടായിരിക്കുക അല്ലേ. ഈസ് പ്ലേയിങ് ആകാം, ആം പ്ലേയിങ് ആകാം, ആർ പ്ലേയിങ് ആകാം. ഇനി നോക്കുക, നെക്സ്റ്റ് സെന്റൻസ്. അവർ കളിക്കുകയാണ്. എങ്ങനെ എഴുതും? അവർ. അവർ എന്ന് പറയുമ്പോൾ സബ്ജക്റ്റ് അല്ലേ. ഏതാണ്? they. കളിക്കുകയാണ്. ഈ 3ൽ ഏതാണ് നമ്മൾ ഉപയോഗിക്കുക? ഈസ് പ്ലേയിങ്ങോ, ആം പ്ലേയിങ്ങോ, ആർ പ്ലേയിങ്ങോ? ഏത് ഉപയോഗിക്കണം? they എന്നുള്ളത് പ്ലൂറൽ സബ്ജക്റ്റ് ആണ് അല്ലേ. അപ്പൊ പ്ലൂറൽ സബ്ജക്റ്റ് വരുമ്പോൾ ഏത് വെർബ് വേണം? പ്ലൂറൽ വെർബ് വേണം അല്ലേ. അപ്പൊ ഇതിൽ ഏതാണ് പ്ലൂറൽ വിഭാഗത്തിൽ വരുന്നത്? ആർ പ്ലേയിങ് അല്ലേ. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? they are playing. ഓക്കെ, നെക്സ്റ്റ്. അവർ കളിക്കുകയാണോ അല്ലേ. ക്വസ്റ്റ്യൻ ആണ്, ചോദ്യമാണ്. ഒന്ന് നോക്കിക്കേ, ഈ ചോദ്യത്തിന് എന്താ ഒരു പ്രത്യേകത കാണുന്നത്? അത് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ് അല്ലേ. ഒന്നില്ലെങ്കിൽ യെസ് എന്ന മറുപടി കിട്ടും, അല്ല എങ്കിൽ നോ എന്ന മറുപടി കിട്ടും അല്ലേ. അപ്പൊ നമുക്കറിയാം യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് യെസ് ഓക്സിലിയറി വെർബില് ആരംഭിക്കണം വേണ്ടേ. ഇതിൽ ഏതാണ് ഓക്സിലിയറി വെർബ് വരിക? യെസ്, കളിക്കുകയാണോ എന്നാണ് പറയേണ്ടത് അല്ലേ. അപ്പൊ കളിക്കുകയാണ് എന്ന് പറയുന്നതിന് നമ്മൾ ആർ പ്ലേയിങ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോ ആർ എന്നുള്ളതാണ് അവിടെ ഓക്സിലിയറി വെർബ്. അപ്പൊ ഇവിടെ നമുക്ക് എങ്ങനെ എഴുതാം? ആർ. ഓക്കെ, നെക്സ്റ്റ് സബ്ജക്റ്റ്. they. Are they playing?
ക്വസ്റ്റ്യൻ. നെക്സ്റ്റ്, അവർ കളിക്കുകയല്ല. അവർ കളിക്കുകയല്ല അല്ലേ? അപ്പൊ അത് നെഗറ്റീവ് മീനിങ്ങിലാണ് വന്നിരിക്കുന്നത്. നെഗറ്റീവ് സെന്റൻസിലേക്ക് മാറാനായിട്ട് എന്താ ചെയ്യുക? നമ്മൾ നോട്ട് ചേർക്കണം അല്ലേ? ഏതിൻ്റെ കൂടെ നോട്ട് ചേർക്കണം? ഓക്സിലിയറി വെർബിന്റെ കൂടെ നോട്ട് ചേർക്കണം അല്ലേ? അപ്പൊ നമുക്കിത് എങ്ങനെ എഴുതാം? അവർ, അവർ എന്നുള്ളതിന് ദേ. ആർ പ്ലേയിങ് ആണ്, കളിക്കുകയാണ് എന്നുള്ളതിന് വരിക. അപ്പൊ കളിക്കുകയല്ല എന്നാക്കാൻ ആർ വയ്ക്കുക. അതിനുശേഷം എന്ത് ചെയ്യണം? നോട്ട്. ദേ ആർ നോട്ട് പ്ലേയിങ്. അവർ കളിക്കുകയല്ല അല്ലേ? ഇതിനെങ്ങനെ നമുക്ക് എഴുതാം? ഇത് നെഗറ്റീവ് സെന്റൻസ് ആണ് അല്ലേ? അപ്പൊ നമ്മൾ എന്താ ചെയ്യണ്ടേ? നോട്ട് ചേർക്കണം. ഏതിന്റെ കൂടെയാണ് നോട്ട് ചേർക്കുക? ഓക്സിലിയറി വെർബിന്റെ കൂടെ അല്ലേ? അപ്പൊ ഇവിടെ ഏതാണ് ഓക്സിലിയറി വെർബ്? കളിക്കുകയാണ് എന്ന് പറയുമ്പോൾ ആർ പ്ലേയിങ് എന്നാണ് വരുന്നത് അല്ലേ? അപ്പോ ആർ പ്ലേയിങ് എന്നുള്ളതിനെ നെഗറ്റീവ് ആക്കിയാൽ മതി. അപ്പോൾ അവിടെ ആർ എന്നുള്ളതാണ് ഓക്സിലിയറി വെർബ്. അതിനോടൊപ്പം നോട്ട് ചേർത്താൽ മതി അല്ലേ? അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ദേ ആർ നോട്ട് പ്ലേയിങ്. Okay, friends, look at these examples. അവർ ക്രിക്കറ്റ് കളിക്കുകയാണ്. ഇങ്ങനെയാണ് എഴുതുക. യെസ്, അവർ, ദേ. ഇനി സബ്ജക്റ്റ് ദേ. ഇനി വെർബാണ് വെക്കേണ്ടത്. കളിക്കുകയാണ്. ആർ പ്ലേ അല്ലേ? ദേ ആർ പ്ലേയിങ്. They are playing then cricket. Okay, next, അവർ ക്രിക്കറ്റ് കളിക്കുകയാണോ അല്ലേ? അവർ കളിക്കുകയാണോ എന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഏത് ടൈപ്പ് ക്വസ്റ്റ്യനാ? യെസ് ഓർ നോ ക്വസ്റ്റ്യൻ. യെസ് ഓർ നോ ക്വസ്റ്റ്യനിൽ ഓക്സിലിയറി വെർബ് തുടങ്ങണം. ഇതിൽ ഏതാ ഓക്സിലിയറി വെർബ്? are. Then write are. Yes, subject they. Are they playing? Playing. Are they playing cricket? Question. അവർ ക്രിക്കറ്റ് കളിക്കുകയല്ല. എങ്ങനെ എഴുതും? ഓക്സിലിയറി വെർബ് അല്ലെ? ഇത് ആർ പ്ലേയിങ് ആണ് വരിക അല്ലെ? ആർ പ്ലേയിങ് ആണ്, കളിക്കുകയാണ് എന്നുള്ളതിന് വരിക. അപ്പൊ കളിക്കുകയല്ല എന്നാക്കാനായിട്ട് ഓക്സിലിയറി വെർബ് കഴിഞ്ഞിട്ട് നോട്ട് ചേർക്കുക. ദേ ആർ നോട്ട് പ്ലേയിങ് ക്രിക്കറ്റ്. Clear? Look at these sentences. വായിക്കുകയാണ്. വായിക്കുകയാണ്. എങ്ങനെയെല്ലാം നമുക്ക് എഴുതാൻ പറ്റും? വായിക്കുക. വായിക്കുക എന്നുള്ളതിന് ഏതാണ് പറയുക? റീഡിങ് അല്ലേ? റീഡ്. നമുക്ക് എങ്ങനെ എഴുതാം? വായിക്കുകയാണ് എന്നുള്ളതിന് ഈസ് റീഡിങ്. Then is reading or am reading or are reading. Okay. ഇനി അവൻ വായിക്കുകയാണ്.
വായിക്കുകയാണ്. ഈ മൂന്ന് ഫോമുകളിൽ ഏത് ഉപയോഗിക്കണം? ഈസ് റീഡിങ്, ആം റീഡിങ്, ആർ റീഡിങ്. ഏതാണ്? ഈസ് റീഡിങ്. കാരണം എന്താ? ഹി എന്നുള്ളത് സിംഗുലർ ആണ് അല്ലേ? സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ സിംഗുലർ വെർബാണ് ഉപയോഗിക്കുക അല്ലേ? അപ്പൊ നമ്മൾ ഈസ് റീഡിങ് ഉപയോഗിക്കണം. അവൻ വായിക്കുകയാണോ? ചോദ്യമാണ് അല്ലേ? അപ്പൊ അത് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. ആദ്യം അപ്പോ ഏത് ഓക്സിലിയറി വെർബിലായിരിക്കണം തുടങ്ങേണ്ടത് അല്ലേ? ഈ ക്വസ്റ്റ്യൻ ഓക്സിലിയറി വെർബിലായിരിക്കണം തുടങ്ങേണ്ടത്. അപ്പൊ ഇതിൽ ഏതാണ് ഓക്സിലിയറി വെർബ്? ഈസ് റീഡിങ് എന്ന് പറയുമ്പോൾ അതിൽ ഏതാണ് ഓക്സിലിയറി വെർബ്? ഈസ്. Okay. Then subject he. Is he. Then verb reading. Is he reading? Okay. Next one. അവൻ വായിക്കുകയല്ല. എങ്ങനെ എഴുതണം? അവൻ. അവൻ എന്നുള്ളതിന് he. വായിക്കുകയല്ല നെഗറ്റീവ് ആക്കണം അല്ലേ? നെഗറ്റീവ് ആക്കുന്നത് എങ്ങനെയാ? ഓക്സിലിയറി വെർബിന്റെ കൂടെ നോട്ട് ചേർക്കുക അല്ലേ? അപ്പൊ ഇവിടെ ഈസ് റീഡിങ്. ഈസ് റീഡിങ് എന്നുള്ളതാണ് വെർബ് വരിക. അപ്പോ ഈസ് എന്നുള്ളതാണ് ഓക്സിലിയറി വെർബ് അല്ലേ? അപ്പോ ഹി ഈസ് നോട്ട് റീഡിങ്. ക്ലിയർ? അവൻ ഇംഗ്ലീഷ് വായിക്കുകയാണ്. എങ്ങനെയുണ്ട്? യെസ്, അവൻ ഹി സബ്ജക്റ്റായി. ഇനി വെർബാണ് വേണ്ടത്. വായിക്കുകയാണ്. ഏതാണ് വായിക്കുകയാണ് എന്നുള്ളതിന്? ഈസ് റീഡിങ് ഓർ ആം റീഡിങ് ഓർ ആർ റീഡിങ്? ഏത് ചൂസ് ചെയ്യണം? ഈസ് റീഡിങ്. ഹി ഈസ് റീഡിങ്. ഇംഗ്ലീഷ് അല്ലേ? അവൻ ഇംഗ്ലീഷ് വായിക്കുകയാണ്. അപ്പോ ഹി ഈസ് റീഡിങ് ഇംഗ്ലീഷ്. നെക്സ്റ്റ്, അവൻ ഇംഗ്ലീഷ് വായിക്കുകയാണോ? ക്വസ്റ്റ്യൻ ആണ് അല്ലേ? അപ്പൊ നമുക്കറിയാം ഓക്സിലിയറി വെർബിൽ ആരംഭിക്കണം. യെസ് ഓർ നോ ക്വസ്റ്റ്യൻ അല്ലേ? യെസ്. അപ്പോ ഇതിൽ ഏതാണ് ഓക്സിലിയറി വെർബ്? ഈസ്. ഈസ് സബ്ജക്റ്റ് he. Is he reading? Is he reading English? Question. Next, അവൻ ഇംഗ്ലീഷ് വായിക്കുകയല്ല അല്ലേ? അവൻ ഇംഗ്ലീഷ് വായിക്കുകയല്ല എന്നാണ്. എങ്ങനെ എഴുതാം? അവൻ he വായിക്കുകയല്ല അല്ലേ? അതായത് നമുക്ക് സബ്ജക്റ്റ് കഴിഞ്ഞാല് ഏതാ വേണ്ടേ? വെർബാണ് വേണ്ടത് അല്ലേ? അപ്പൊ വായിക്കുകയാണ് എന്നുള്ളതിന് ഈസ് റീഡിങ് ആണ് വെച്ചത്. അപ്പൊ വായിക്കുകയല്ല എന്നാക്കാനായിട്ട് നോട്ട് വെക്കണം. ഏതിന്റെ ഒപ്പം വെക്കണം? ഓക്സിലിയറി വെർബിന്റെ കൂടെ വെക്കണം. ഏതാ അതിൽ ഓക്സിലിയറി വെർബ്? ഈസ്. ഹി ഈസ് നോട്ട് റീഡിങ് ഇംഗ്ലീഷ്. ക്ലിയർ? ഈ ക്ലാസ് നിങ്ങൾക്ക് ഏവർക്കും ഉപകാരപ്പെട്ടു എന്ന വിശ്വാസത്തോടെ ഞാൻ നിർത്തുന്നു. താങ്ക് യു.